നമസ്കാരം. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് 2025 ജനുവരിയിൽ 2,12,251 യൂണിറ്റ് വിൽപ്പനകളാണ് നടത്തിയത്. സ്വപ്നതുല്യമായ ഒരു കച്ചവടമായിട്ട് ഇതിനെ കണക്കാക്കാം. കമ്പനിയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിമാസ വിൽപ്പന കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2024 ജനുവരിയിൽ മാരുതി സുസുക്കിയുടെ വിൽപ്പന 1,99,364 യൂണിറ്റ് ആയിരുന്നു. മാരുതിയുടെ ചില എതിരാളികൾക്ക് ഒരു കൊല്ലം കൊണ്ട് പോലും ഇത്രയും കാറുകൾ വിൽക്കാൻ സാധിക്കില്ല എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. ജനപ്രിയ ബ്രാൻഡിന്റെ ആഭ്യന്തര വിൽപ്പന 1,73,599 യൂണിറ്റ് ആയിരുന്നു. 12 മാസം മുൻപ് മാരുതി 1,66,802 കാറുകളായിരുന്നു ഇന്ത്യയിൽ വിറ്റത്. അതേസമയം കഴിഞ്ഞ മാസം 27,100 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തു. 2024 ജനുവരിയിൽ കയറ്റുമതി കണക്കുകൾ 23,932 യൂണിറ്റ് ആയിരുന്നു. ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓൾട്ടോ, എസ്പ്രസോ എന്നിവ ഉൾപ്പെടുന്ന മിനി സെഗ്മെന്റിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെട്ടത്. 2024 ജനുവരിയിൽ 15,849 യൂണിറ്റ് വിറ്റ സ്ഥാനത്ത് കഴിഞ്ഞ മാസം ഈ വിഭാഗത്തിൽ വിൽപ്പന 14,241 യൂണിറ്റ് ആയിരുന്നു. ബലേനോ, ഡിസയർ, ഇഗ്നിസ, സ്വിഫ്റ്റ്, വാഗണർ തുടങ്ങിയ കാറുകളുള്ള കോമ്പാക്ട് സെഗ്മെന്റിൽ ആകെ 82,241 യൂണിറ്റുകളുടെ വിൽപ്പന നടന്നു. 2024 ജനുവരിയിൽ വിറ്റ 76,533 യൂണിറ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളർച്ചയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നാണ് ബ്രെസ, എർട്ടിഗ, ഫ്രോങ്സ്, ഗ്രാൻഡ് വിറ്റാര, XL6, ജിംനി, ഇൻവിക്ടോ തുടങ്ങിയ മോഡലുകളുള്ള യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റ്. ഈ വിഭാഗം 65,093 യൂണിറ്റുകൾ വിറ്റഴിച്ചു. മുൻ വർഷത്തെ 62,083 യൂണിറ്റുകളെ അപേക്ഷിച്ച വിൽപ്പന മെച്ചപ്പെടുകയായിരുന്നു. മിഡ്സൈസ് സിഡാനായ സിയാസും 2025 ജനുവരിയിൽ 768 യൂണിറ്റുകളായി വളർച്ച കൈവരിച്ചു. 12 മാസം മുൻപ് ഈ കാറിന്റെ വിൽപ്പന വെറും 363 യൂണിറ്റ് ആയിരുന്നു. ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അതായത് LCV വിഭാഗത്തിലെ ഏക ഉൽപ്പന്നമായ സൂപ്പർ കാരിയുടെ 4,089 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. 2024 ജനുവരിയിൽ ഇതിന്റെ വിൽപ്പന 3,412 യൂണിറ്റ് ആയിരുന്നു. ഇതിനു പുറമെ മറ്റു വാഹന നിർമ്മാതാക്കൾക്കുള്ള വിൽപ്പന 7,463 യൂണിറ്റുമായിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ മാരുതിയുടെ 5,229 കാറുകളായിരുന്നു ടൊയോട്ട വാങ്ങിയത്. ഇതെല്ലാം കൂടി ചേർത്ത 2024 ജനുവരിയിൽ 1,75,443 യൂണിറ്റുകളായിരുന്ന ആഭ്യന്തര വിൽപ്പന 2025 ജനുവരിയിൽ 1,85,151 യൂണിറ്റുകളായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വാഹന കയറ്റുമതിക്കാരായ മാരുതി സുസുക്കി 2024 കലണ്ടർ വർഷത്തിൽ ഏകദേശം 100 രാജ്യങ്ങളിലേക്കായി 3,23,000-ലധികം വാഹനങ്ങൾ കപ്പൽ കയറ്റിക്കൊണ്ടിട്ടുണ്ട്. 2024 കലണ്ടർ വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം പാസഞ്ചർ വാഹന കയറ്റുമതിയിൽ കമ്പനിയുടെ പങ്ക് 43.5%. 2024 ഓഗസ്റ്റിൽ കയറ്റുമതി ആരംഭിച്ച ഫ്രോങ്സിന് ജപ്പാനിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ജിംനി 5 ഡോർ SUVയും അടുത്തിടെ ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. അരീന, നെക്സ ഡീലർഷിപ്പുകളിലൂടെ കമ്പനി മൊത്തം 17 മോഡലുകൾ വിൽക്കുന്നുണ്ട്. 2025 ഫെബ്രുവരി 1 മുതൽ കമ്പനി തങ്ങളുടെ മോഡൽ നിരയിൽ വില വർധനവ് നടപ്പാക്കിയിരുന്നു. സെലേറിയോ ഹാച്ച് ബാക്കാണ് ഉയർന്ന വില വർധനവ് ലഭിച്ചത്. സിയാസ്, ജിംനി മോഡലുകൾക്ക് കുറഞ്ഞ അളവിൽ മാത്രമാണ് വില കൂടിയത്. വില വർധനവിന് മുൻപ് കാർ വാങ്ങാൻ ജനങ്ങൾ ഷോറൂമിലേക്ക് ഒഴുകിയതാകാം ഒരുപക്ഷെ ജനുവരിയിൽ മാരുതിക്ക് റെക്കോർഡ് വിൽപ്പന നേടാൻ സഹായിച്ചത്.